എനിക്കിന്ന് വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ തോന്നിയൊരു ദിവസമാണ്. അത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പുറത്തേക്ക് പോകുന്നത് പോലും എനിക്ക് ചില ദിവസങ്ങളിൽ ഇഷ്ടമല്ല. ഈ ഞായറാഴ്ച എന്ന് പറയാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും. എല്ലാം ചെയ്തൊന്ന് തീർത്ത് കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു 4 മണി തൊട്ടുള്ള ടൈം ഫ്രീ ആയിട്ടിരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം പുറത്തേക്ക് പോകണമെങ്കിൽ എവിടെയെങ്കിലും പാർക്കിലൊക്കെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആ സമയത്ത് വേറെ എന്തിനു വേണ്ടിയിട്ട് മെനക്കെടുന്നതിലോ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ആ വൈകുന്നേരം 4 മണിക്ക് ശേഷം ഇപ്പോൾ കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ എഴുന്നേറ്റ് കഴിയുമ്പം നമ്മൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി പാല് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് കുറച്ച് എടുത്ത് ഞാൻ വെച്ചിരിക്കും. ഒരു ചായ ഇടുക, സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുക, ഇരുന്ന് ടി വി വയ്ക്കുക, വാർത്തയോ എന്തോ ആയിക്കൊള്ളു അതും കണ്ട് നല്ല ചൂട് ചായ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റത്തൊന്നുമില്ല, ഒറ്റ പ്രാവശ്യം ഇങ്ങനെ ഒഴിക്കുന്ന ആ ഒരു ഇത്. അതുപോലെ തന്നെ ഞാൻ ഈ അരിപ്പയ്ക്കകത്തിൽ കൂടെ ചായ ഒഴിക്കില്ല. എനിക്കുള്ള ചായ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്കിഷ്ടമല്ല. ഒഴിച്ചെടുക്കുന്ന ചായക്ക് വേറൊരു ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒന്നൊന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മട്ടൊക്കെ ഒന്ന് അടിയുമല്ലോ. പിന്നെ അത് ബാക്കി അതിനകത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക്. അങ്ങനെ ആ ഒരു ചെറിയ ചൂടല്ല, നല്ല ചൂടുള്ള ചായ ഫാൻ കാണും, അപ്പം പെട്ടെന്ന് അങ്ങ് തണുക്കും. അതും ഒത്തിരി ചായ ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അതിങ്ങനെ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ട്യൂഷൻ ഇപ്പം 2 കുട്ടികളുടെ എടുക്കുന്നതാണെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്ത് നമ്മളത് എടുത്തെങ്കിലും നമ്മൾ ഉച്ച സമയത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതായത് കുഞ്ഞ് ഉറങ്ങുന്ന സമയമാണ് ഫ്രീ. അപ്പോൾ നമുക്ക് പകുതി ഒരു ആശ്വാസം, അവൾ ഉറങ്ങുകയാണല്ലോ എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് പോയിട്ട് അവൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 4 മണി, ഉണരുന്നതിന് മുമ്പ് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങ് വരും. തൊട്ടപ്പുറത്തെ വീടാണ്. വന്നിട്ട് പിന്നെ ഞാൻ അടുത്ത 4:45 പോകുന്നിടം വരെ അവൾക്കൊപ്പവുമാണ് ഈ ചായയൊക്കെ കുടിച്ചിങ്ങനെ ടി വിയും കണ്ട് അത്രയും ഒരു 1/4 മണിക്കൂറോളം അല്ലെങ്കിൽ അരമണിക്കൂറോളം അവൾക്കൊപ്പം അങ്ങനെ ആ സെറ്റിലിരിക്കുക. അതെനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്ന് ഏതായാലും ട്യൂഷൻ സെൻറ്ററിൽ പോകണ്ട, അപ്പുറത്തെ കുട്ടികളുണ്ട്. ഞാനൊക്കെ ഇന്നലെ അവരോട് പറഞ്ഞു, അവർക്കും ചൊവ്വാഴ്ച ദിവസമേ ഉള്ളൂ എക്സാം. അപ്പം ഞാനോർത്തു 3 ചാപ്റ്ററാണ്. ഇന്നലെ അവർ പറഞ്ഞ് കേൾപ്പിക്കും, എഴുതുമ്പം തെറ്റും. അങ്ങനെ ഉള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ശരി, നിങ്ങൾ നാളെ ഉച്ചയ്ക്ക്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് തനിയെ എഴുതി കാണാതെ എഴുതിയിട്ട് കുഴപ്പമില്ല, വല്ല അക്ഷരത്തെറ്റൊന്നും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എന്നെ എഴുതി കാണിക്കുകയാണെങ്കിൽ, അതായത് വീട്ടിൽ നിന്ന് എഴുതിയിട്ട് അതെനിക്ക് ഫോട്ടോ അയച്ചു തന്നത്, ടീച്ചറെ ഞങ്ങൾ കാണാതെ എഴുതി ഇത്രയും തെറ്റേ വന്നിട്ടുള്ളൂ എന്നെനിക്കൊരു തൃപ്തി തോന്നുവാണെങ്കിൽ ഇന്ന് ട്യൂഷൻ വെക്കുന്നില്ല. പിന്നെ ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ, അത് നാളെ തീർത്താൽ മതി. അപ്പോൾ പിറ്റേ ദിവസം പരീക്ഷ. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ 2 പേരും അത് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫോണിൽ ഓഫർ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനോർത്ത് ഇന്നുകൂടെ ഉണ്ടെന്നായിരുന്നു. പിന്നെ ഞാൻ വൈഫൈ കണക്ട് ചെയ്ത് അതിപ്പം ഞാൻ ചാർജ് ചെയ്ത് നോക്കിയിട്ടൊന്നും ആരും ഇങ്ങോട്ട് അയച്ചിട്ടൊന്നുമില്ല. പക്ഷേ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, എന്ത് ട്യൂഷനുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കേട്ടിട്ടില്ല. പിന്നെ 2 പേർക്കും ഒരാൾ പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു, മറ്റേ ആൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നല്ല തെറ്റ് കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി, ഒരു 10 മിനിറ്റുള്ളിൽ നമുക്ക് ട്യൂഷൻ എടുക്കാം, അപ്പുറത്തോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം ഒരാൾ ഈ സ്ഥലത്തില്ല, വേറെ എവിടെയോ നിൽക്കുന്നതേ ഉള്ളൂ. അവരെല്ലാവരും കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും 5 മണിയെന്ന് കേട്ടപ്പോൾ 5 മണി. കാരണം ഈ ഇത്രയും ദിവസം എന്ന് വെച്ചാൽ ഈ 2 ആഴ്ച കൊണ്ട് ഈ പരീക്ഷയുടെ ഇതിലായതുകൊണ്ട് ഞാനും കുഞ്ഞും കൂടെ ഒരു ദിവസം വ്യാഴാഴ്ച ഇവർക്ക് എടുത്തതിന് ശേഷം വൈകുന്നേരം ഒന്ന് കറങ്ങി. പക്ഷെ എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല. അപ്പം കുറേ തുണി കഴുകാനുണ്ട്, വീട് വൃത്തിയാക്കാൻ, ഓണം വരുന്നു, സാധനങ്ങൾ വാങ്ങിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അടുക്കളയിൽ ഞാനിങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് അതും ഇതും അവളും എല്ലാം കൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചത് വൈകുന്നേരം ഇപ്പോൾ ഉച്ച സമയത്ത് അവൾ ഉറങ്ങുകയാണ്, ആ സമയത്ത് ട്യൂഷൻ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവൾ ഉണർന്നു കഴിയുമ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇടയ്ക്ക് പരസ്യമൊക്കെ കണ്ട് അവൾ കളിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ശ്രദ്ധയും കിട്ടും. അതിൻ്റെ കൂടെ അടുക്കളയിലല്ലേ, കാണാൻ പറ്റുമല്ലോ.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി അതിൻ്റെ കൂടെ നടക്കും. കുറേശ്ശെ ആകുമ്പോൾ അങ്ങ് ചെയ്ത് ഓണമാകുമ്പോഴത്തേക്കും എല്ലാം ഫിനിഷ് ആക്കണം എന്നുള്ള രീതിയിൽ. തുണി കഴുകാനൊരു കൂന ഉണ്ടായിരുന്നു, ഇപ്പം തന്നെ കൊണ്ട് ഞാൻ മുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അത് കഴുകിയിട്ട് ഘട്ടമായിട്ടാണ്. ഇന്നലെ രാത്രിയിലാണ് തുണി കഴുകി. എല്ലാവർക്കും ഇതിന് മാത്രം ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലിയാണ് മൊത്തത്തിൽ. കാരണം രാവിലെ ട്യൂഷന് പോയിട്ട് വന്നിട്ട് പിന്നെ ഫുഡുണ്ടാക്കി കഴിച്ച് പിന്നെ ഉച്ചക്കലത്തത് വയ്ക്കണം, അവളുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോഴത്തേക്കും ഉച്ചയായി കഴിഞ്ഞു. 1 മണിയാകുമ്പോൾ ഫുഡ് അവൾക്ക് കൊടുത്ത് അവളെ ഉറക്കിയിട്ട് അടുത്ത ട്യൂഷന് പോകണം. അത് കഴിഞ്ഞ് വന്നാലുടനെ ഒരു 3/4 മണിക്കൂർ കിട്ടിയാൽ അതും അപ്പോഴും തിരക്കാണ്. അത് കഴിഞ്ഞ് അടുത്ത ട്യൂഷന് പോകണം. പിന്നെ വരുമ്പോൾ 7:30 കഴിയും. രസകരമായ ജോലിയാണ്, എനിക്കിഷ്ടമുള്ള ജോലിയാണെങ്കിലും പക്ഷേ ഈ ഫുള്ളിങ്ങനെ അങ്ങ് എൻഗേജ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരു ഒരിടത്തിരുന്ന് കണ്ടിന്യൂസ് ജോലിയല്ല, അത് ഇത് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള ഇതേപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ വീട്ടുകാര്യങ്ങളും. പക്ഷേ രസമുണ്ട്, ഒരു കാൽക്കുലേഷൻ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം, അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടും ഇങ്ങനെ ഒരുപാട് ജോലികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത്. അപ്പം ഇപ്പോൾ അവസാനത്തിൽ 5 മണിക്ക് ആദ്യം 5 മണിയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞുമായിട്ട് ഇങ്ങനെ പുറത്തേക്കൊന്ന് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ വരാൻ താമസിക്കും. 6 മണി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ 6 മണിയെന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ 5 മണിയൊക്കെ ആയി. ഞാൻ പറഞ്ഞേ ശരി 5 മണിയെങ്കിൽ 5 മണി. 4 മണിയാകുമ്പോൾ അവൾ ഉണർന്നു കഴിഞ്ഞാൽ അവൾക്കുള്ള ഫുഡ് കൊടുത്തിട്ട് പിന്നെ 5 മണിയാകുമ്പോൾ അപ്പുറത്തോട്ട് പോയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും 2 മണിക്കൂറൊക്കെയാണ് ഒരിത്. പക്ഷേ അവരെ എത്രയും പെട്ടെന്ന് പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഒരു ചാപ്റ്റർ നിർത്തിക്കൊണ്ട് ബാക്കി അവരെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ എഴുതിപ്പിച്ച് എടുക്കണം. ഇത് എന്ന് വെച്ചാൽ അവിടെ വെച്ച് പിള്ളേർ പഠിച്ച് എന്നെ പറഞ്ഞ് കേൾപ്പിക്കുന്ന എഴുതി കാണിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുന്നേ ഉള്ളൂ. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ ഈ പിള്ളേർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ഒരാൾ പഠിക്കുമെങ്കിലും ഭയങ്കര സ്പീഡിൽ എന്താണോ ഈ സ്പീഡും കാര്യങ്ങളും കൊണ്ടാണ് ആ പുള്ളിക്കാരന് ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. 2 പേരും 2 വഴിക്കാണ് ഇതല്ല. നീ എന്താകുമെന്നറിയത്തില്ല. ഞാനെന്തായാലും എനിക്ക് 5 മണിയാകുമ്പം പോകണം. അതിന് മുമ്പ് അല്ല 1 മണിക്കൂർ കൊണ്ട് നമ്മൾ എണ്ണീറ്റ് എനിക്കാണെന്ന് ഓർത്ത് ഇച്ചിരി നേരം ഇന്ന് ഇവളുടെ കൂടെ കിടക്കണം. ഒത്തിരി ദിവസമായി ഞാനൊന്ന് പകൽ ഇത്തിരി നേരം ഉറങ്ങിയിട്ട്. എനിക്ക് വീട്ടിലുണ്ട് താനും, പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് കുഞ്ഞിൻ്റെ കൂടെ ഉറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അങ്ങനെ കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല. നമ്മൾ പുറത്തേക്ക് പോകുന്ന നല്ല ഡ്രസ്സാണ് ഇപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് മുക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പ്രത്യേകം കെയർ ചെയ്യും. കളറിളകുന്നതാണെങ്കിൽ അപ്പം കഴുകിടും. അല്ലാതെ ഉള്ളതാണെങ്കിൽ കുറച്ച് നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ അത് കഴുകി മാറ്റുക എന്നുള്ളത്. ഇപ്പം കുഴപ്പമില്ലാത്ത തുണികളാണ് മുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു സമാധാനം. അങ്ങനെ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോകണം. എന്തായാലേ കുറേ ആളുകൾ പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ. എൻ്റെ ഹസ്ബൻഡ് ഒരിടയ്ക്ക് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞ വെറുതെ വീട്ടിലിരിക്കുന്നോ, ഒരു ജോലിയും ചെയ്യാനില്ല എന്നാണ് തോന്നുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ട് ഒരു ജോലിയും ഒരിക്കലും അല്ല. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ഒരിക്കലും ഒരു പുരുഷന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. പ്രത്യേകിച്ചും ഒരു കുഞ്ഞോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കുട്ടികളും കൂടെ വീട്ടിലുണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ പ്രായം ചെന്ന അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യർക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പം മറ്റൊരു സ്ത്രീക്ക് പോലും ചിലപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അതേപോലെയാണ് കാണുന്നത്. മൊത്തം ജോലിയാണ്, നിൽക്കാൻ സമയം കാണില്ല. നമ്മൾ ചില വീടുകളിലൊക്കെ ചെന്നാൽ ഇവർക്ക് എന്ത് ജോലി, ഒരു വൃത്തിയില്ലാതായിട്ടിരിക്കുന്നു എന്ന് തോന്നും. പക്ഷേ വൃത്തിയില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് വൃത്തിയുണ്ട്. പക്ഷേ അവർക്കത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, അതിന് സമയം കിട്ടാതെ വരുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അവർക്ക് തന്നെ ദേഷ്യം തോന്നുന്നുണ്ടാവാം. പക്ഷേ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ചിലരുണ്ട് സമയം കിട്ടിയാൽ പിന്നത്തേക്കെന്നുള്ള മടി മൂലം മാറ്റി വയ്ക്കുന്നവരുണ്ട്. അപ്പം ഇനി അടുത്ത ട്രിപ്പ് കഴിഞ്ഞ ദിവസം ഒന്ന് തൂത്ത് തുടച്ചിട്ടേ ഉള്ളൂ. ഇനി അടുത്ത ട്രിപ്പ് ഒന്നുകൂടെ തുടയ്ക്കണം. പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സ്വഭാവമാണല്ലോ. അവരവിടെ അഴുക്കിനകത്തിലൊക്കെ നടക്കും, കാലിലെ വെള്ളം അഴിക്കും, ചെരുപ്പ് വൃത്തിയായിട്ട് കഴുകിക്കഴിഞ്ഞാൽ കാലും ചെരുപ്പും വൃത്തിയായിട്ട് കഴുകിയിട്ട് അകത്തോട്ട് ചെരുപ്പ് ഉരുട്ട് കയറിയാൽ ഈ ടൈലിൽ ഇങ്ങനെ ഈ കാലിൻ്റെ പാടിങ്ങനെ കറുത്ത് വരത്തില്ല. പക്ഷെ അവരങ്ങനൊന്നും ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും, നേരെ ഇങ്ങനെ നടന്ന് വന്നിട്ട് അതിൻ്റെ അങ്ങേയറ്റത്ത് കിടക്കുന്ന ചവിട്ടിയിൽ മാത്രം ചവിട്ടി തൂത്തിട്ട് അപ്പം പോകുന്ന വഴിക്കെല്ലാം ഈ കറുത്ത കാൽപ്പാടുകൾ ഇങ്ങനെ കിടക്കും.
അതും ഡാർക്ക് ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഇട്ടിരിക്കുന്നത് തന്നെ എന്താണ് വെള്ള കളറിൽ പ്യുവർ വൈറ്റ് അല്ലെങ്കിലും വൈറ്റിൽ ഒരു ചെറിയ ഡിസൈൻ പോലെ ഉണ്ട്. നന്നായിട്ട് അഴുക്കറിയാൻ പറ്റുന്ന രീതിയിലുള്ള ടൈലാണ് മൊത്തം. മുകളിൽ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതൊക്കെ വൈറ്റ് തന്നെ മതി എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം വൈറ്റ് ആകുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അഴുക്കായാൽ നമുക്ക് അപ്പം ഒരു ബുദ്ധിമുട്ട് തോന്നി നമ്മൾ വൃത്തിയാക്കും. പിന്നെ ജോലി ചെയ്യുമ്പോൾ ഒരു ഉന്മേഷമാണ്, അതൊക്കെ സംഭവിച്ചു. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കങ്ങ് സങ്കടം വരും. ഇന്നെനിക്ക് തോന്നിയ അതേ ഫീലിംഗ്, ഞായറാഴ്ച അടിപൊളി. പിന്നെ ഒരു കാര്യമുണ്ട്, നാളെ മറ്റന്നാൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഫ്രീ ആണ്. പിന്നെ ഈ രക്ഷിതാക്കൾ പറയാമോ എന്നറിയത്തില്ല. നമ്മൾ ആ ഒരു കണ്ടീഷനിലൊന്നും അല്ല ക്ലാസ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് ടൈമില്ല. ഈ 2-3 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വെക്കേഷനാകുമ്പോൾ ഇവർ ഏത് രീതിയിലായിരിക്കും പ്ലേറ്റ് മാറ്റുന്നത് അറിയത്തില്ല. എല്ലാ അച്ഛനും അമ്മയ്ക്കും എങ്ങനെയെങ്കിലും തന്നെ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വരണമെന്നാണ്. ഇപ്പം ഞാനും നാളെ ഇങ്ങനെ ആയിരിക്കാം. പക്ഷേ നമ്മൾക്ക് നമ്മളുടേതായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് കാര്യം ഇതുകൊണ്ട് കാര്യം എല്ലാ കാര്യങ്ങളും നടക്കണം. എന്താ ചെയ്യുക? ഓണത്തിൻ്റെ തിരക്ക് സത്യം ഞാൻ ഓർത്തേ ഓണത്തിനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഒരാഴ്ച മുമ്പ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നാളെ തിങ്കൾ മറ്റന്നാൾ അത്തമാണ്, അതിന് മുമ്പ് നമ്മൾ പോയി ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. പക്ഷേ ഈ പറയുന്നത്ര തിരക്കൊന്നും എനിക്ക് റോഡിലൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിൽ. കടകളിൽ ആയാലും വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം ആൾക്കാർ സാധാരണ നമ്മൾ ആ കടയിൽ ചെല്ലുമ്പോൾ ഉള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ആഴ്ച തൊട്ട് ഉണ്ട്. പിന്നെ ഓണത്തിൻ്റെ തലേദിവസം ഒന്ന് കറങ്ങി അടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഹസ്ബൻഡ് വരുവാണെങ്കിൽ പോകണം. കാരണം ഈ പൂ വാങ്ങിക്കണമല്ലോ, അപ്പം കറങ്ങി പൂവൊക്കെ വാങ്ങിച്ച് വരണമെന്നുണ്ട്. പച്ചക്കറി വാങ്ങിക്കാൻ അപ്പോഴത്തേക്കും പച്ചക്കറിക്കാരും വരും. ഈ ആഴ്ച കൊണ്ട് അടുത്ത ആഴ്ചയൊക്കെ ഓണത്തിന് മുമ്പ് അവർ ഇറങ്ങുമായിരിക്കും എന്തായാലും. ഓണത്തിന് കുറേ പച്ചക്കറികൾ അരിഞ്ഞു കൂട്ടുക എന്നുള്ളതല്ലേ. എനിക്കൊരബദ്ധം പറ്റി. ഞാനങ്ങനെ സാമ്പാർ എപ്പോഴും വയ്ക്കാത്ത ഒരാളാണ്. ചിലപ്പോൾ ഈ ചീത്തയായി പോകും. അപ്പം ഞാൻ 2 സൈസിലെ തുവരപ്പരിപ്പ് എടുത്തു. വില കൂടിയതും എടുത്തു, കുറഞ്ഞതും എടുത്തു. ഞാൻ ശ്രദ്ധിച്ചില്ല. അതെന്ന് വെച്ചാൽ ധൃതി പിടിച്ചാണ്. ഓട്ടോക്കാരന് തിരിച്ചു വരണമല്ലോ എന്നുള്ള ഒരിതിൽ ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാൽ സ്പീഡ് എടുത്തതാണ്. അതിൻ്റെ കൂടെ മാനസികം കൂടെ നോക്കി എടുത്തപ്പോൾ 2 പാക്കറ്റ് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞതെന്തെന്നറിയാം. എനിക്കത് ശബരി 300 സംതിങ് രൂപയ്ക്കാന്ന് തോന്നുന്നു എനിക്കിപ്പോൾ 1 ലിറ്റർ കിട്ടിയിരിക്കുന്നത് സബ്സിഡിയെ. വേറെ കടമുണ്ടായി 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം ഉണ്ടാകും തോന്നുന്നു സബ്സിഡി. ഉണ്ടെങ്കിൽ കാണും. ഞാൻ പിന്നെ പുറത്ത് ഇതായിട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ പഞ്ചസാര 1 കിലോ വാങ്ങിച്ചുള്ളൂ. പഞ്ചസാര ഞാൻ ഇത്തിരി പുറകോട്ടാണ്, അത് മാത്രം കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരും. പിന്നെ പഞ്ചസാര ഇങ്ങനെ അലുത്തതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് ഇതുപോലെ അലുത്ത് ഇരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്. അവർ ചോദിച്ചു ഈ കാർഡിന് 1 കിലോ പഞ്ചസാര. ഞാൻ പറഞ്ഞു വേണ്ട, അലുത്തതാണ്. അത് കണ്ടിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. എന്ത് പറ്റി? ഇപ്രാവശ്യം വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ചിലർക്ക് ഈ ഓണം എന്തിൻ്റെ ഓണം, എങ്ങനെയൊരു ഓണമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒന്നും വിചാരിക്കല്ല. കാരണം ഞാൻ ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ ഓണമൊക്കെ ഞങ്ങൾക്ക് എന്തോ ഓണമാണ്, കാശുള്ളവർക്ക് എന്നും ഓണം. ഞങ്ങളുടെ അമ്മ ഇടയ്ക്ക് അങ്ങനെ പറയും, കാശുള്ളവർക്ക് എന്നും ഓണമില്ലേ, കാശില്ലാത്തവർക്കല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കരുത്. ഓണം എന്ന് പറയുന്നത് ആഘോഷിക്കാനായിട്ട് ഒരു ദിവസം വെച്ചേക്കുന്നതിലും അത് ആഘോഷിക്കണമെന്ന് പറയുന്നതിലും ഒക്കെ ഒരു കാര്യമുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഈ ഓണത്തിന് തൊട്ട് മുമ്പ് നമ്മൾ കടം നന്നായിട്ട് വാങ്ങിക്കും. കാരണം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കണം. കടം വാങ്ങിച്ച് ഓണം ആഘോഷിക്കും. പക്ഷേ ഇത് എങ്ങനെ വീട്ടുമെന്ന് പോലും ചിന്തിക്കാതെ ഓണത്തിന് അതിൻ്റെ അതേ സ്പിരിറ്റോടുകൂടി കാണുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. അപ്പം എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം. എന്നും ഇങ്ങനെ പിടിച്ച് ജീവിക്കുന്നതിൽ മാത്രമല്ല കാര്യം. അല്ലെങ്കിൽ സദ്യയൊക്കെ വെക്കണ്ടേ, ഭയങ്കര മെനക്കേടാണ്, പാഴ്സൽ വാങ്ങിച്ചേക്കാം അങ്ങനെയാണ്. പക്ഷേ ആ ഒരു ദിവസം നമ്മളിതൊക്കെ ഒന്ന് ഒത്തിരി ഉണ്ടാക്കാൻ പോകരുത്. അപ്പോഴാണ് നമുക്ക് കൺട്രോൾ വിട്ടു പോകുന്നത്. കുറച്ച് മതി. തൊടുകറികൾ മാത്രമാക്കി മാറ്റുക. കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ദിവസം ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ മടുത്തു പോവും. അല്ലാതെ ഇത്തിരി ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഇവിടെ എത്രയോ കൂട്ടം കറികൾ വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ആരും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയും. ബാക്കിയുള്ളവർക്ക് ഈ ഇല വെട്ടുക,
എടുത്തെല്ലാം വെക്കുക എന്നൊക്കെ ഉള്ളതുള്ളൂ. ബാക്കിയെല്ലാം എടുത്ത് ചെയ്ത് ഞാൻ എല്ലാം പാത്രത്തിലാക്കി ഓക്കെ ആവും. 1 മണിക്ക് മുമ്പ് എന്തായാലും ഞാൻ എല്ലാം റെഡിയാകും, പായസം ഉൾപ്പെടെ. അപ്പം അങ്ങനെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും, അതിന് ഒരു മാറ്റവും ഇല്ല. അപ്പം നമ്മൾ ആ രീതിയിലേക്ക് പോവുക, എല്ലാവരെയും വിളിക്കുക. ചിലരുണ്ട് ചിലർ ഇങ്ങനെ പറഞ്ഞു, പാഷാണത്തിൽ കൃമി എന്ന് പറയും. അതായത് എന്തെങ്കിലും ഒരു വിശേഷം അല്ലെങ്കിൽ എല്ലാവരും ഒരു സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ ഒരാൾ കാണും അതിനകത്ത് തിരിഞ്ഞ് കളയും. ഞാനിതിനകത്തിലൊന്നും പെടത്തില്ല, ഞാനെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും നിൽക്കരുത്, എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഓണമെന്ന് പറയുന്നത് ഇനി അടുത്ത വർഷമേ ഉള്ളൂ. അടുത്ത വർഷം നമ്മൾ ആരൊക്കെ കാണും കേൾക്കും എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ കഴിഞ്ഞിട്ടാണ് നാളത്തെ എന്നുള്ള ചിന്തയോടുകൂടി ഇപ്രാവശ്യം ഓണം വരുന്നുണ്ട് എല്ലാവർക്കും. ഇപ്പം ഞാൻ ഇന്നലെ സാറിനോട് ട്യൂഷൻ സെൻ്റർ സാറിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അപ്പം കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുത്തെന്ന് പറഞ്ഞു ഇനി എടുക്കാനുണ്ട്, ഇന്ന വൈഫിൻ്റെ വീട്ടിൽ എടുക്കണം അച്ഛനും അമ്മയ്ക്കും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട് എടുത്തു തരും എന്നൊക്കെ പറഞ്ഞു. അപ്പം അവിടെ സാറിൻ്റെ വൈഫെന്ന് പറഞ്ഞാൽ അവർ 2 പെൺകുട്ടികളാണ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഉത്തരവാദിത്വം കൂടും, ഒരു മകൻ്റെ സ്ഥാനം സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഇതാണ് 2 പെൺമക്കളുടെ വീട്ടിൽ നിന്ന് ഉള്ളിടത്തു നിന്ന് കല്യാണം കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാറപ്പോൾ അതുപോലെ ഹാപ്പിയാണല്ലോ, കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ അവർക്ക് എടുത്തു കൊടുക്കുന്നു, തിരിച്ച് അവർ നമുക്ക് എടുത്തു തരുന്നു, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകും. ഇനി ഒരു മെനക്കേടാണ് ഇതെല്ലാം പോയി എടുക്കുക എന്ന് പറയുന്നതൊക്കെ സാറിങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ ശരിയാണ്, പക്ഷേ മാനസിക പോലെ ഇടയ്ക്ക് തുന്തിരി എടുക്കുന്ന പിള്ളേരുമായിട്ടാണെങ്കിൽ വലിയ കാര്യമായിട്ടൊക്കെ ഇവിടുന്ന് ഓട്ടോയിലൊക്കെ ഇരുന്ന് വലിയ കാര്യത്തെ അവിടെ ചെന്ന് എനിക്കറിയത്തില്ല, പെട്ടെന്ന് അവർക്ക് ദേഷ്യം വന്ന സങ്കടമായിട്ട് പിണക്കം താഴെ നിൽക്കത്തില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ എടുത്തിട്ട് ഞാനിങ്ങനെ പോകും, ഒന്നും ശ്രദ്ധയോട് കൂടിയൊന്നും എടുക്കാം, സമയമില്ലാത്ത രീതിയിൽ സമയമില്ലാത്ത സമയത്ത് എടുത്തുകൊണ്ട് പോരുക എന്ന് പറയുന്ന പോലെ ഇങ്ങ് പോരുമായിരുന്നു. അതല്ല ആ ഒരു കടമ്പ അവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണം. പിന്നെ നമ്മുടെ സന്തോഷം, എൻ്റെ സന്തോഷം എന്ന് പറയുന്ന ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു ഇരിപ്പും ഒരു ചായയാണ്. അത് പെട്ടെന്ന് പോകുന്നതൊന്നും അറിയത്തില്ല. 5 മണിക്കാണല്ലോ, 1 മണിക്കൂറുണ്ടല്ലോ എന്ന്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ത്യജിച്ചെങ്കിൽ മാത്രമേ മറ്റു ചില നേട്ടങ്ങൾ നമ്മളെ തേടി വരികയുള്ളൂ. അതൊരു സത്യമായ കാര്യമാണ്. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ ഓർത്തു, എനിക്കങ്ങ് സങ്കടം ദേഷ്യം തോന്നിയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഓർത്ത കാര്യമാണ്. എൻ്റെ ആ സമയം അങ്ങോട്ട് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ പകരം അവരെനിക്ക് പൈസ തരുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് നേടണം, എനിക്ക് പൈസയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പം അതൊക്കെ കുറച്ച് മാറ്റി വയ്ക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് നേട്ടങ്ങൾ വരും അല്ലേ. പിന്നെ ഇപ്പം വെക്കേഷനായി കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളിങ്ങനെ കിടക്കുകയല്ലേ, അപ്പോൾ ഇതെല്ലാം നമുക്ക് വീണ്ടും പൊടിതട്ടി എടുക്കാമല്ലോ, ശരിയല്ലേ. അപ്പം എല്ലാവരും ഓണം ആഘോഷിക്കാനായിട്ട് എടുത്തോളൂ, ആരും മാറി നിൽക്കല്, എല്ലാവർക്കും ഉള്ളതാണ് ഓണം. ഓക്കെ.